കോൺവോ ഹെൽത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ കൂടെ ഉള്ളത് സിറാജ് ഡോക്ടറാണ്, നമ്മുടെ Q&B ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. നമ്മൾ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം സാർ ഒ പിയിൽ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. 2 വർഷമായിട്ട് കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം, വയറ്റിന്ന് പോകാത്ത പ്രശ്നങ്ങൾ, നമ്മളെ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, ഈ ബ്ലോട്ട്, ഇങ്ങനെ എടുക്കെടുക്കുന്ന ഈ നെഞ്ചരിച്ചില്, പിന്നെ നമുക്കിങ്ങനെ തികട്ടി വരാന്ന് പറയാം, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായിട്ട് കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് 2 വർഷമായിട്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് അവസാനം നമ്മൾ സാറടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഈ 1 മാസം പോലും എടുക്കാതെ, അതായത് വന്നിട്ട് 1 മാസം പോലും ആവുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഈ പ്രശ്നം പൂർണ്ണമായി മാറി എന്നുള്ളതാണ് നമുക്ക് അവർ കഴിഞ്ഞ ദിവസം അവർ ഒ പിയിൽ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് അവരെ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പ്രശ്നങ്ങളൊക്കെ ഏകദേശം നോർമലായിട്ടൊന്ന് വയറ്റത് പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, നോർമലായിട്ട് തന്നെ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ അത് പിന്നെ ഏകദേശം എത്ര ആയിട്ടുണ്ടായിരുന്നു തുടങ്ങിയ സമയത്ത്? 2 വർഷമൊക്കെ ആയിരുന്നു. കൊളോണോസ്കോപ്പി എടുത്തിട്ടുണ്ട് മൗലാനിന്ന്. അവര് കുറച്ചൊക്കെ മരുന്ന് നല്ല കുറച്ചൊക്കെ ഒരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആസിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ 2 തരം നോക്കണം. ചില ആൾ കൂടുതൽ കൊളോണോസ്കോപ്പിയിൽ പേടിക്കേണ്ട ഒരു അസുഖങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഒരു കൊളോണോസ്കോപ്പി എടുത്തപ്പോ ഞങ്ങൾക്ക് വേറെ പേടിയൊക്കെ വന്നു മനസ്സിലായി. പക്ഷെ ഇത് മാറുന്നില്ല. അത് ഇത് നമ്മൾ പറഞ്ഞ ഹൈപ്പർ അസിഡിറ്റി ഉണ്ട്, ഹൈപ്പോ അസിഡിറ്റി ഉണ്ട്. അപ്പൊ അത് ഏതാണ്ട് തരംതിരിക്കണം. നമ്മള് പല ആളുകളും അസിഡിറ്റി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഷോപ്പിൽ പോകും, ആസിഡിനുള്ള ഗുളിക ഇപ്പൊ വരാൻ കാരണം ഡോക്ടറെ കണ്ടിട്ടാ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഡോക്ടറുണ്ട്, സിറാജ് ഡോക്ടറുണ്ട്, അവര് നമുക്കൊന്ന് പോവുക. അതൊന്നും ക്ലിയർ ആയില്ല. അത് ഇപ്പൊ വേറെ നല്ല വെള്ളം കുടിക്കണം, നല്ല വെള്ളം കുടിക്കുക, ഭക്ഷണം ഈ പറഞ്ഞതുപോലെ തന്നെ കഴിച്ചാൽ മതി. അത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ചെറിയ റെസ്ട്രിക്ഷൻ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുള്ളത്. പിന്നെ ഇനി എന്ത് ചെയ്യുക, അത്യാവശ്യം കഴിക്കണം. ഈ ഒരു സമയം അതിനോടുള്ളതാണ്. നല്ല ഫുഡും കൂടെ കഴിക്കുക, ഒരുപാട് കഴിക്കുക എന്നുള്ളതല്ല, തിന്നുന്നത് എപ്പോഴും ക്വാളിറ്റി ഉള്ള സാധനം കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് വേണ്ട ഫൈബർ, വൈറ്റമിൻ, മിനറൽസ്, കാൽസ്യം, ഫോസ്ഫറസ്, പ്രത്യേകിച്ച് മെൻസസ് നിന്ന ഒരു ടൈം. അപ്പൊ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്ത്രീകളുടെ ബോഡിയിലെ ഹോർമോൺ വ്യതിയാനം നന്നായിട്ടുണ്ടാവും. അപ്പൊ ശരീരത്തിന് വേണ്ട സാധനങ്ങളൊക്കെ പറയും. ഷുഗർ ഉണ്ടാകൊണ്ടത് പഴവർഗ്ഗങ്ങൾ ഓട്ടോമാറ്റിക് കുറയ്ക്കണം എന്നാ പറയുന്നത്. അല്ല, പഴവർഗ്ഗങ്ങൾ പിന്നെ ആപ്പിള്, ഗ്രീൻ ആപ്പിൾ ഒന്നും വലിയ കുഴപ്പമില്ല, നല്ലതാണ്, ദഹനത്തിനും അവർക്ക് നല്ലതാണ്. കൂടുതൽ മധുരമുള്ളത് കഴിക്കാനാണ്. നല്ലതും വേണം, നല്ലതും മിതമായ രീതിയിൽ കഴിച്ചാൽ മതി. വെള്ളം നല്ല എന്തായാലും നന്നായിട്ട് കുടിക്കുകയും ചെയ്യാം. ഇനി അത് ഉണ്ടാവുന്നില്ല, അത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ എന്ത് ചെയ്യും, പിന്നെ മെഡിസിൻ അത് നമുക്ക് പിന്നീട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് 2 വർഷമായിട്ട് ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ടും വയറ്റിന്ന് പോവാത്ത ബുദ്ധിമുട്ടുമായിട്ട് കഷ്ടപ്പെടുന്ന ഒരാളുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അവർ നമ്മൾ സാറെടുത്ത് വന്നതിന് ശേഷം അവർക്ക് ആ പ്രശ്നം പൂർണ്ണമായി മാറി എന്നുള്ളതാണ് അവർക്ക് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ്. അപ്പം സാറോട് തന്നെ ചോദിക്കാം, എന്തായിരുന്നു അവർക്ക് ഉണ്ടാകുന്ന ഒരു കറക്റ്റ് ബുദ്ധിമുട്ട് എന്തായിരുന്നു? ഓക്കെ, ഇവർ വന്ന സമയത്ത് തന്നെ അവരുടെ മെയിൻ പ്രശ്നം വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശോധനം കുറവാണെന്നുള്ളതാണ്. അവർ പറഞ്ഞതുപോലെ 2 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരുപാട് ടെസ്റ്റുകൾ, കോളോണോസ്കോപ്പി പോലെയുള്ള പല ടെസ്റ്റുകൾ, സ്കാനിങ്ങുകൾ, ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കി. പക്ഷേ എല്ലാ ടെസ്റ്റുകളും എല്ലാതും ഓക്കെയാണ്, വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ മെഡിസിൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, ശോധന പോകും. ചിലപ്പോൾ എന്തെങ്കിലും മെഡിസിൻ എടുത്താലും ശോധന കിട്ടാത്തൊരു കണ്ടീഷൻ. അതേപോലെ വയറ്റിപ്പോൾ ഇങ്ങനെ ഒരു കനുള്ളത് പോലെ, ഒരു ഗ്യാസൊക്കെ ചില സമയത്ത് എന്ത് ചെയ്യും, ഉരുണ്ട് കയറുന്ന പോലെയൊക്കെ ഫീലിംഗ്, അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു പ്രധാനമായിട്ടും പറഞ്ഞ കംപ്ലയിൻസുകളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവരൊരു സംശയാസ്പദമായിട്ടാണ് നമ്മൾ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അത്രത്തോളം പോസിബിലിറ്റി ഉണ്ട് ഇത്. കാരണം അവർ 2 വർഷത്തോളം ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ട്, പല ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്തതാണ്, ഒക്കെ ഒരു റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സംശയാസ്പദമായിട്ടാണ് മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് തന്നെ ഇതിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളും അവരോട് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, നമ്മളൊരു പരീക്ഷണാർത്ഥം തുടങ്ങിയ ഒരു ചികിത്സയായിരുന്നു. അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല, പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ട് എന്താണ് വിഷയം എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ എല്ലാവരും ആളുകളൊക്കെ വിചാരിക്കുന്ന വെച്ചാൽ അവർക്ക് ഈ വയറ്റിന്ന് പോകാത്ത പ്രശ്നം കലാകാലം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ പോവാ, അല്ലെങ്കിൽ 2-3 ദിവസം കൂടുന്ന സമയത്ത് പോവാ. ഇത് കാലാകാലം എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് ഈ ഗ്യാസ് വന്നിട്ട് ബുദ്ധിമുട്ടാവുക. അതായത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും അത് കറക്റ്റ് നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് അതിന് മാറ്റാനും അതിനുള്ള പരിഹാരം നമുക്ക് ഉണ്ടാകാൻ പറ്റും എന്നുള്ളതാണ്. അത് പല ആളുകൾക്കും അറിയുന്നില്ല. പല പ്രായമുള്ള ആളുകളൊക്കെ
വർഷങ്ങളായിട്ട് 10-30 വർഷങ്ങളായിട്ട് ഈ ബുദ്ധിമുട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെങ്കിലും ഇതുപോലുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായിരുന്നു അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു അവർക്ക്? ഇവർ വന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു ഹിസ്റ്ററി എടുക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഹിസ്റ്ററി എടുത്തപ്പോൾ തന്നെ സ്വാഭാവികം നമുക്ക് മനസ്സിലായി ഇൻഡൈജഷൻ നന്നായിട്ടുണ്ട്, ശരിയായ ഭക്ഷണം ചെയ്യുന്നില്ല, ദഹിക്കുന്നില്ല. അവർ പറഞ്ഞ കംപ്ലയിൻസ് പറഞ്ഞ പോലെ വയറ് വീർക്കുക, വിശപ്പ് കുറവാണ്, കുറവാണ് വിശപ്പുള്ളത്. പിന്നെ അതുപോലെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ച് എന്തെങ്കിലും കഴിച്ചാൽ തന്നെ വയറ് വീർത്തത് പോലെയുള്ള അവസ്ഥ, എസ്പെഷ്യലി നോൺ വെജ് ഒക്കെ കഴിക്കാൻ തന്നെ പറ്റുന്നില്ല, അപ്പോൾ തന്നെ വയറ് ഉറച്ചു പോകുക. അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലയിൻസും കാര്യങ്ങളും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു ഹൈപ്പോ അസിഡിറ്റി കണ്ടീഷനാണെന്ന്. അതാണ് അതിൻ്റെ ഒരു ഫാക്ടർ എന്ന് മനസ്സിലായത്. കാരണം ഒരു ദഹനിൽ ഇത് ഇല്ലാത്ത പ്രശ്നങ്ങൾ, വയറ് വീർത്ത കണ്ടീഷൻ, അതേപോലെ ഈ കേസുകളിൽ നെഞ്ച് എരിച്ചിൽ, പുകച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. വിശപ്പ് കുറവുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ ദഹിക്കാൻ ഒരു പ്രയാസമുള്ള പോലെ അവസ്ഥ. മലം പോയി കഴിഞ്ഞാൽ മലത്തിൽ എന്തുണ്ടാകും, ചിലപ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാനൊക്കെ കഴിയും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും പലപ്പോഴും ഉണ്ടാവുക ഈ ഒരു കണ്ടീഷൻ. അപ്പോൾ ഇതൊരു ഹൈപ്പോ അസിഡിറ്റി ആണ് എന്നുള്ളത് അവർ ബോധ്യപ്പെടുത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താണ്, ഹൈപ്പോ അസിഡിറ്റിയാണ് മാറ്റിയത്. ഹൈപ്പോ അസിഡിറ്റി മാറ്റിയപ്പോൾ സ്വാഭാവികമായിട്ട് അവർ കോൺസ്റ്റിപ്പേഷൻ എന്ത് ചെയ്തു, അത് ക്ലിയർ ആയിട്ട് എന്നുള്ളതാണ്. അതും തന്നെ നമ്മളൊരു 2 സിറ്റിങ്ങിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്ത് പൂർണ്ണമായിട്ട് മാറി എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷപരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ഒരുപാട് റീസൺസുകളുണ്ട്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ കോൺസ്റ്റിപ്പേഷൻ സംഭവിക്കും. ചില ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷൻ കൂടിയിട്ട് പൈൽസ് പോലെയുള്ള ഫിഷർ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. കോളനിൽ പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ചില ക്യാൻസേഴ്സ് വരെ എന്ത് ചെയ്യും, അത്രയും ക്രോണിക്കായി കണ്ടീഷനാകുമ്പോൾ ഭയങ്കര ഇഷ്യൂസിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ പലപ്പോഴും പല ആളുകളും നമ്മൾ നോർമലി കേൾക്കുന്ന സാധനം ഇത് വളരെ നിസ്സാരമാക്കി കാണും. ഈ വയറ്റിന്ന് പോവാത്തതാണെങ്കിലും അല്ലെങ്കിൽ ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകളാണെങ്കിലും ഈ നെഞ്ചിരിച്ചിലാണെങ്കിലും വളരെ ബുദ്ധിമുട്ടായെന്ന് കാണുന്ന ആളുകളുണ്ട്. ചില കേസുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അക്യൂട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസോർഡർ കാരണം ഈ പറഞ്ഞ പോലെ ഉണ്ടായിരിക്കും. പക്ഷെ പല ആളുകളും 10 വർഷം 20 വർഷം 30 വർഷമായിട്ട് കാലങ്ങളായിട്ട് മെഡിസിൻ എടുക്കും. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ഒരു ടാബ്ലറ്റ് എടുക്കും, ആ ടാബ്ലറ്റ് പിന്നെ ഒരു കുറച്ച് കാലം എടുത്ത് കഴിഞ്ഞാൽ ആ ടാബ്ലറ്റ് കൊണ്ട് ശോധന കിട്ടില്ല. അപ്പോൾ അടുത്തത് കുറച്ച് ഡോസ് കൂട്ടിയിട്ട് വേറെ എടുക്കും. അങ്ങനെ സ്വയം ചികിത്സ എടുത്തിട്ട് അവസാനം ഒന്നും ഇല്ല എന്നുള്ള കണ്ടീഷനിലാണ് പലപ്പോഴും നമ്മൾ ക്ലിനിക്കിലേക്ക് എത്തുക. അപ്പോഴേക്കും അത് കൂടുതൽ സീരിയസിലേക്ക് എത്തിയിട്ടുണ്ടാവും. ബാക്കി പല അസുഖങ്ങളുണ്ടായിരിക്കും. കാരണം ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ജസ്റ്റ് ഒരു സൈന് മാത്രമാണ്. അത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടാവും. ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കേസ് അതൊരു ഇൻഡൈജഷൻ അല്ലെങ്കിൽ ഹൈപ്പോ അസിഡിറ്റിയുടെ കേസായിരുന്നു. ചിലപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ട്യൂമർ റിലേറ്റഡ് ആയിട്ട് വരാം, അതിന് പല അസുഖങ്ങൾ റിലേറ്റഡ് ആയിട്ട് വരും. ഇപ്പം പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്, നമ്മൾ ഈ ഒരു ഗ്യാസിന്റെ പ്രശ്നങ്ങളും കോൺസ്റ്റിപ്പേഷൻ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് അതൊരു ട്രീറ്റ്മെന്റ് എന്നുള്ളത് അതൊരു പ്രശ്നം മാറ്റിയിട്ടില്ലെങ്കിൽ അത് നമ്മളെ കുടലിൽ ക്യാൻസർ ഉണ്ടാക്കാനും അതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുണ്ടോ? അത് ചാൻസസ് ഉണ്ട്. കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, അല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അത് നമ്മളെപ്പോഴും എന്ത് അവെയർ ആയിരിക്കും, സാധ്യത ഉണ്ട്. ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ ഒരുപാട് ബാക്ടീരിയസ് ഉണ്ട്. അവിടെ നമ്മൾ ദഹനം എന്നുള്ളത് വെറും വായിലോ അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ നടക്കുന്നതല്ല. അത് ദഹനം കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ സ്മോൾ ഇൻറ്റെസ്റ്റിന് മുതൽ ലാർജ് ഇൻറ്റെസ്റ്റിന് വരെ നിൽക്കണം. അതിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ ദഹനത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള ആഗിരണങ്ങളൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ഡിസ്ബയോസിസ് നടന്നാൽ, അതായത് അതിൻ്റെ ഉള്ളിൽ ബാക്ടീരിയകളുടെ പ്രവർത്തനം ശരിയായിട്ടല്ല, ആവശ്യമില്ലാത്ത ബാക്ടീരിയൽ കൂടുതൽ വരിക, പിന്നെ അതുപോലെ വേണ്ട ബാക്ടീരിയൽ ഒന്നും തീരെ ഇല്ലാണ്ടായി പോകുക, അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കോൺസ്റ്റിപ്പേഷൻ വരും. ചില ആൾക്ക് ഭയങ്കര ലൂസ് മോഷൻ വരും, അതുപോലെ ഭയങ്കര ക്രാമ്പിങ് പെയിന് വരിക, ബ്ലീഡിങ് വരിക. അപ്പോൾ അതിനുള്ള എപ്പിത്തലിയൽ ലെയറൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫുഡ് അലർജികൾ വരും, റൊമാറ്റിസം പോലെയുള്ള പ്രശ്നങ്ങൾ, വാദത്തിൻ്റെ പ്രശ്നങ്ങൾ വരും, സോറിയാസിസ് പോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ കൂടുതലായിട്ട് വരും. കാരണം ഇത് അവിടെ മലം കെട്ടി കിടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോക്സിൻസ് കൂടുതൽ എന്ത് ചെയ്യും, ബോഡിയിലേക്ക് വീണ്ടും അബ്സോർബ് ചെയ്ത് പോകും. അപ്പോൾ ടോക്സിൻസ് കൂടുതൽ പോയി കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ നന്നായിട്ട് കൂടും. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് മലബന്ധം വരുമ്പോഴേക്കും എന്ത് ചെയ്യും, നീ പെയിൻ വരും, അല്ലെങ്കിൽ ബാക്ക് പെയിൻ വരും, അല്ലെങ്കിൽ കയ്യിലൊന്നാകെ നീർക്കെട്ട്, അലർജിക് ഇഷ്യൂസ് നന്നായിട്ട് കൂടും. അപ്പോൾ ഇത് ടോക്സിൻസ് എന്ത് ചെയ്യുന്ന ബോഡിയിലേക്ക് നന്നായിട്ട് കൂടുന്നതാണ്. അപ്പോൾ അതേ ആ ശോധന ക്ലിയർ ആയിട്ട് കൊടുത്താലോ ആ പ്രശ്നം കംപ്ലീറ്റ് മാറുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ബേസിക് റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ശരി, നമ്മൾ എന്ത് സംഗതി ചെയ്യണം ബേസിക് മാറ്റണം. ഈ ഒരു കേസിൽ നമ്മൾ ഹൈപ്പോ അസിഡിറ്റി മാറ്റി, അതേപോലെ തന്നെ എന്താണോ മലബന്ധത്തിന് റീസൺ. ഇപ്പോൾ ഫൈബർ നല്ല സംഗതിയാണ്, ഫൈബർ ഡയറ്റ് എടുക്കാൻ. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഇപ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇതൊരു കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നമാണ് എന്ന്
നമുക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ പിന്നെ വയറ്റിലുണ്ടാകുന്ന ഈ പറഞ്ഞ പോലെ ചീത്ത ബാക്ടീരിയാസ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയാസ് കുറയുന്ന സമയത്ത് ഈ കുടലിലെ പ്രശ്നം ഇതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ശരീരം കാണിച്ചു തരുന്നുണ്ടാവുക? ഇത് ഒന്നാമതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്രോണിക് കണ്ടീഷൻ ആകുന്ന സമയത്ത് നമ്മളിത് ശ്രദ്ധിക്കൊള്ളുന്നു. കാരണം നമ്മളെല്ലാവരും ഒരു ബിസി ലൈഫിലേക്ക് പോയതോട് കൂടിയിട്ട് എന്ത് ചെയ്ത് കൂടുതൽ പരിഗണിക്കാതെയായി. അപ്പോൾ പിന്നെന്താ വെച്ചാൽ നമ്മൾ സിറ്റിംഗ് ലൈഫായി കൂടുതൽ സിറ്റിംഗ് ലൈഫും എക്സസൈസുകളും കാര്യമായിട്ട് ഉണ്ടായിരിക്കില്ല. അപ്പോൾ മൂവ്മെൻറ്റ്സ് നന്നായിട്ട് കുറയിലോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ഇൻഡൈജഷൻ കൂടുതലായിട്ട് വന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ നമ്മളിതിന് മെയിൻ ലക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ശോധന കിട്ടാത്തൊരവസ്ഥ, വിശപ്പില്ലാത്ത, ചില ആൾക്ക് നല്ല വിശപ്പുണ്ടാവും. കാരണം നല്ല വിശപ്പുണ്ടാകും, നല്ല ഭക്ഷണം കഴിക്കും, പക്ഷേ ശോധന ഉണ്ടായിരിക്കില്ല. ആൾ പറയും എനിക്കൊരു പ്രശ്നമില്ല, വയറ്റിൽ പോകണമെന്നില്ല, എന്നാലും എനിക്കതൊരു ബുദ്ധിമുട്ടൊന്നും, ഞാൻ നല്ല ഭക്ഷണം കഴിക്കലുണ്ടെന്ന് പറയും. പക്ഷെ അവിടെ നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം. കാരണം ഒരു ഇൻപുട്ട് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഔട്ട്പുട്ട് നിർബന്ധമാണ്. അപ്പോൾ അത് എന്താണ് അവിടെ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ കാണൽ നിർബന്ധം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പിന്നീട് അത് ഈ പൈൽസ് പോലുള്ള ഇഷ്യൂസിലേക്ക്, ഫിഷർ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് അത് ഗ്രാജ്വലി നയിക്കുകയും ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, ചില ആളുകൾക്ക് ഗ്യാസ് എന്താ പറയുക എടിച്ചിലും പുകച്ചിലായിട്ട് വരും. ചിലപ്പോൾ കീഴ്വാഴി നല്ലോണം പോകും, സ്മെല്ലുള്ള നല്ല കീഴ്വാഴ. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ഫെർമെൻറ്റേഷൻ കൂടുതൽ നടക്കും ബാക്ടീരിയസിൻ്റെ പ്രവർത്തന കാരണമായിട്ട്. അപ്പോൾ നന്നായിട്ട് എന്ത് കീഴ്വാഴിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും, നല്ല വിശപ്പ് ഉണ്ടായിരിക്കും ചെയ്യും. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ്, എന്താ സിംറ്റംസ് എന്തുണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ IBS IV പോലെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ചില കണ്ടീഷനിൽ ചില എക്സ്റ്റെൻഡ് ഓഫ് ടൈമിൽ എന്ത് ചെയ്യും, നല്ല കോൺസ്റ്റിപ്പേഷൻ ആവും, ചില സമയത്ത് നല്ലോണം ലൂസ് മോഷനും വരും. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് ഇൻഫ്ലമേഷൻ അത്രത്തോളം സിബോ എന്ന് പറയും, അതായത് സ്മോൾ ഇൻറ്റെസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്, ബാക്ടീരിയ എന്ത് ചെയ്യുന്നത് അമിതമായിട്ട് വളർന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. അതേ ആളുകൾക്കാണ് അമിതമായിട്ട് ആ ഒരു ഡിസ്ബയോസിസ് നടക്കുമ്പോഴാണ് യൂറിനറി ഇൻഫെക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരില്ല. അതേപോലെ വാദത്തിൻ്റെ പ്രശ്നങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള കാരണം അതിനൊക്കെ ബേസിക് എന്ന് പറയുന്നത് ഇതിനുള്ളിലുള്ള ഒരു ഡിസ്ബയോസിസ് നടക്കുമ്പോഴാണ്. അത് പ്രോപ്പറായാലും ശോധനം അല്ലെങ്കിൽ ഡൈജഷൻ പ്രോപ്പറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങളും എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിലുള്ളത് പ്രോപ്പറായിട്ട്. അപ്പോൾ ഇങ്ങനെ അതുപോലെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ഈ വയറ്റിൽ നിന്ന് പോകാത്ത പ്രശ്നങ്ങൾ, ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ പൈൽസ്, ഫിഷർ, അങ്ങനെ ഈ ദഹന സംബന്ധമായ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ടേഷനോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. നല്ല തിരക്കുള്ള സമയങ്ങളാണെങ്കിൽ, ഈ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നല്ല തിരക്കുള്ള സമയത്താണെങ്കിൽ നിങ്ങൾ കൺസൾട്ടേഷൻ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് നിങ്ങൾ കൃത്യമായിട്ട് അതിന് കോൾ ചെയ്തതിന് ശേഷം നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുമ്പ് പറഞ്ഞല്ലോ 2 വർഷമായിട്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇത് പറഞ്ഞ ആളുകളിൽ നിന്നാണ് 2 വർഷം എന്ന് പറഞ്ഞത്. ഇത് പിന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ കൃത്യമായിട്ട് വയറ്റിൽ പോയിട്ടില്ല അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നമുള്ള ആളുകൾക്ക് മാത്രമേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അവർക്ക് പുറത്തു പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഒരുപാട് നേരത്തെ പറഞ്ഞ ഈ കീവായുവിന്റെ പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഈ നമ്മളെ വയറ്റിൽ നിന്ന് വരുന്ന വായുനാറ്റം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ്. അപ്പൊ ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലക്ഷണങ്ങൾ പറഞ്ഞു, നമ്മൾ കാര്യങ്ങൾ, പക്ഷെ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ സാധനം എന്താ പറയുക, സോറിയാസിസ് പറഞ്ഞു, അതുപോലെ തന്നെ മുട്ടുവേദന പറഞ്ഞു, അങ്ങനത്തെ മറ്റെന്തെങ്കിലും ഒരു അസുഖങ്ങളിലേക്ക് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഈ വയറ്റിൽ നിന്ന് പോവാത്ത പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ടോ? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് വേണ്ടാത്ത സാധനങ്ങൾ പുറന്തള്ളുന്ന എന്നുള്ളൊരു പ്രോസസ്സാണ് ആക്ച്വലി മൂത്രം പോകുന്നതും അതേപോലെ മലം പോകുന്നതും നടക്കുന്നത്. അപ്പോൾ അത് ശരിയായ രീതിയിൽ ബ്ലോക്കിങ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ എന്ത് ചെയ്യും, ടോക്സിൻസ് ആയി. അപ്പോൾ നമ്മൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് യൂറിയ നമ്മുടെ ശരീരത്തിൽ വേണ്ട, അത് മൂത്രത്തിലൂടെ പുറന്തള്ളും. അപ്പോൾ അത് കൂടുതൽ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്ത കിഡ്നി ഫംഗ്ഷൻ അബ്നോർമലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബ്ലഡിൽ യൂറിയൻ്റെ പ്രശ്നങ്ങൾ കൂടും, പല ഇഷ്യൂസുകളും നമ്മുടെ ബോഡിയിലുണ്ടാവും. അതേപോലെ തന്നെയാണ് മലത്തിൻ്റെ കേസിലും. മലം നമ്മുടെ ബോഡിയിൽ ബ്ലോക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫ്ലമേഷൻസ് ബ്ലഡിൽ കലരും. അങ്ങനെ ഒരു സിസ്റ്റമിക് അസുഖങ്ങൾ നന്നായിട്ടുണ്ടായിരിക്കും. പിന്നെ അതേപോലെ നമ്മൾ കൂടുതൽ ഈ സ്കിൻ ഡിസീസുകൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ ഗട്ട് ഹെൽത്ത് ഇംപ്രോപ്പർ ആയി കഴിഞ്ഞാൽ സ്കിൻ ഡിസീസുകൾ നന്നായിട്ട് കൂടും. എസ്പെഷ്യലി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ കേസുകൾ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡികൾ അങ്ങനെ പറയുന്നത്. കാരണം നമ്മൾ സോറിയാസിസ് പോലെ, അതാണ് ഞാൻ സോറിയാസിസ് എടുത്ത് പറയാനുള്ളത്. കാരണം സോറിയാസിസ് പോലെയുള്ള പല കേസുകൾ അതിൻ്റെ ഒരു ഒറിജിൻ പല കേസുകളിലും നോക്കുന്ന മനസ്സിലായത് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഗട്ട് ഹെൽത്ത് പ്രോപ്പർ ഇല്ലാത്തതുകൊണ്ടാണ്. അത് കോൺസ്റ്റിപ്പേഷൻ എന്നല്ല, ചില ആൾക്ക് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം, ചിലർക്ക് ലൂസ് മോഷൻ ആയിരിക്കും, ചിലപ്പോൾ ശോധന ഉണ്ടായിരിക്കും, പക്ഷെ അതൊരു പ്രോപ്പർ ഡൈജഷൻ അവിടെ നടക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അവിടെ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു മൈക്രോ
മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രസൻസ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കില്ല. അപ്പോൾ അത് തന്നെ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൈക്രോ ഓർഗാനിസം ഒരുപാട് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ നമ്മുടെ കാണുന്ന കാഴ്ചകൾ, ബോഡി റെസ്പോൺസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെസ്സേജ് പാസിങ് നടക്കുന്നത് ന്യൂറോ കെമിക്കൽസിലൂടെയാണ്. അപ്പോൾ ഈ ന്യൂറോ കെമിക്കൽസ് തന്നെയാണ് ആരും പ്രൊഡ്യൂസ് ചെയ്യൽ, ഈ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയകളും മിക്കതും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചില എന്താ പറയുക അബ്ഡോമിനൽ ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, ചില ഡിപ്രഷൻസ് വരും, ഭയങ്കര സൈക്കിക്കായിട്ട് ഭയങ്കര പ്രശ്നം പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട്. അതിൻ്റെ സ്ട്രെസ്സ് എന്ത് ചെയ്യും, അകാരണമായിട്ട് എന്ത് ചെയ്യും ഒരു സ്ട്രെസ്സ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാവും. അതേപോലെ തന്നെ ഉൾട്ടയുണ്ട്. അതായത് ഒരാളുടെ എന്തെങ്കിലും സ്ട്രെസ്സ് കൂടുതൽ അല്ലെങ്കിൽ ആങ്സൈറ്റി കൂടുതൽ പ്രശ്നമുള്ളവർ, അങ്ങനെയുള്ളവർക്ക് എന്തുണ്ടാവും, ഇത് അതേ പറഞ്ഞ പോലെ ഈ ഒരു മലബന്ധത്തിൻ്റെ പ്രശ്നം, ഒരു ദഹനക്കേട്, ഒരു അസ്വസ്ഥത, വയറ്റിനൊരു പുളിച്ചത് കെട്ടൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു അസ്വസ്ഥത എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡാണ്. ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്നതിന്. അതേപോലെ തന്നെ ഗട്ട് സ്കിൻ ആക്സിസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ സോറിയാസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, വിറ്റ്ലിഗോ പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ കൂടുതൽ അതിൽ വരുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശോധനയുടെ കാര്യത്തിൽ, ദഹനത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധയിലായിരിക്കണം. അപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിൽ അത് വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല, പക്ഷേ അത് ക്രോണിക് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഗ്രാജ്വലി മറ്റു പല സിസ്റ്റത്തെയും കൂടി അത് ബാധിച്ച് മറ്റു പല അസുഖങ്ങൾ ഉണ്ടാക്കാൻ അത് സാധ്യത വളരെ വളരെ കൂടുതലാണ്. നമ്മൾ അതിൽ പറഞ്ഞ സമയത്ത് പലപ്പോഴും നമ്മൾ ഡാൻഡ്രഫിന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് പറയാറുണ്ട്. കാരണം ഒരുപാട് തലയിൽ ഈ ഷാമ്പുകളും കാര്യങ്ങളൊക്കെ തേച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രോപ്പർ ആവുന്നില്ല. പക്ഷെ ഒന്ന് ഗഡ് ഹെൽത്ത് നന്നാക്കിയ സമയത്ത്, നമ്മൾ മുമ്പ് വന്നൊരു ക്ലയന്റ് തന്നെ നമ്മൾ പറഞ്ഞ സാധനമായിരുന്നു, നമ്മളൊന്ന് ഗഡ് ഹെൽത്ത് നന്നാക്കിയ സമയത്ത്, സാറ് പറഞ്ഞിട്ട് ഗഡ് ഹെൽത്ത് നന്നാക്കിയ സമയത്ത് ഈ പ്രശ്നങ്ങളൊക്കെ മാറി എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ഈ ഒരു കാര്യം? അത് ഒരുപാട് റീസൺസ് ഉണ്ട്. ഈ ഡാൻഡ്രഫിൻ്റെ എസ്പെഷ്യലി സ്കിൻ ഡിസീസിൽ പെട്ട ഒരു സംഗതിയാണ് ഡാൻഡ്രഫിൽ വരുന്നത്. അപ്പോൾ ഈ ഡാൻഡ്രഫിൻ്റെ കേസിൽ എടുത്ത് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ അതിലെന്തെങ്കിലും മെഡിസിൻ എക്സ്റ്റേണൽ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രമേ റിസൾട്ട് കിട്ടില്ല. കാരണം ഇന്റേണലി വേണ്ട ചില കേസുകൾ വൈറ്റമിൻ സിയുടെ കേസ്, അതേപോലെ വൈറ്റമിൻ ഡി ഒക്കെ, കാൽസ്യത്തിനൊക്കെ കുറവിലൊക്കെ ഉണ്ട്. പല ചെറിയ മിനറൽസിൻ്റെ കുറവ് കാരണം ഡാൻഡ്രഫ് പലപ്പോഴും അല്ലെങ്കിൽ മുടിക്കൊഴിച്ചിൽ കൂടുതലായിട്ടൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സപ്ലിമെൻ്റ് എടുക്കും. സപ്ലിമെൻ്റ് എടുത്തിട്ട് ആ ഒരു എടുക്കുന്ന ഒരു സമയം മാത്രം ഉണ്ടാവും, പക്ഷെ എന്ത് ചെയ്യും പിന്നെ വരും. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കൽ, പക്ഷേ ഇതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് ചെയ്യുന്നത്, നമ്മൾ ദഹനം പ്രോപ്പറായി നടക്കുന്നില്ല. നമ്മൾ എന്തൊരു സംഗതി നമ്മൾ അകത്തേക്ക് കഴിച്ചാൽ ആ കഴിച്ച സാധനം ശരിയായ രീതിയിൽ ദഹിച്ച് ബോഡി അബ്സോർബ് ചെയ്യണം. അപ്പോൾ കഴിച്ചത് കൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നില്ല, ആ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആകുന്നില്ല. അപ്പോൾ ദഹനം പ്രോപ്പർ അല്ല, ഏത് മെഡിസിൻ കഴിച്ചാലും അതിൻ്റെ റിസൾട്ടിൽ മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അത് ആ ദഹനം പ്രോപ്പറായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു എൻവയോൺമെൻറ്റ് നമ്മുടെ ഗട്ടിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കൂടുതലായിട്ട് ഡാൻഡ്രഫുള്ള കേസുകൾ, മുടി കൊഴിച്ചിൽ കൂടുതലായി ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകൾ കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട്. അവരോടൊപ്പം നമ്മൾ കൂടുതലായി പറയൽ നെല്ലിക്ക നന്നായിട്ട് കഴിക്കാൻ പറയും, അല്ലെങ്കിൽ സമയത്തിന് ഫുഡ് കഴിക്കാൻ പറയുക, നന്നായിട്ട് ഉറങ്ങാൻ പറയുക, ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറയുക. അപ്പോൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ബാധിക്കുന്ന. അപ്പോൾ ഈ ഒരു സംഗതി, ഒരു എൻവയോൺമെൻറ്റ്, നല്ലൊരു എൻവയോൺമെൻറ്റ് നമ്മൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡാൻഡ്രഫ് അങ്ങനത്തെ കേസുകൾ മാറും. അപ്പോൾ നമ്മൾ തന്നെ ക്രോണിക് കണ്ടീഷനിൽ പറയാറ് എന്താണ്, എക്സ്റ്റേണൽ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. എക്സ്റ്റേണലിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നൽകണം. അത് നൽകലോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ഇത് മാറ്റം കാണാറുണ്ട്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ഗട്ട് സ്കിൻ ആക്സിസാണ്. അവർ തമ്മിലുള്ള ഒരു കോറിലേഷനാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾക്കൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ സാറെ കൺസൾട്ടേഷന് വേണമെന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും ഒക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വിദേശത്തുള്ള ആളുകളാണെങ്കിലും ഒക്കെ ഓൺലൈനായിട്ടുള്ള കൺസൾട്ടേഷൻ എടുക്കുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സാറേ, ഇപ്പോൾ പല ആളുകൾക്കും ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നറിയില്ല. ഇങ്ങനത്തെ പിന്നെ അതുപോലെ ഈ എന്ത് ഭക്ഷണങ്ങൾ കഴിക്കണം, അല്ലെ ഭക്ഷണങ്ങൾ എന്തോ കഴിക്കരുത്, അങ്ങനെയുള്ള സംശയങ്ങൾ പല ആളുകൾക്കും ഉണ്ടാവും. സാറോടൊപ്പം ഒപ്പിയിൽ വരുന്ന ഒട്ടുമിക്ക ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇതിന് ഗ്യാസ്ട്രിക്കിന്റെ പ്രശ്നം ഉണ്ടാവാനുള്ള പ്രധാനമായിട്ടുള്ള ഭക്ഷണം എന്താണ്? ഭക്ഷണത്തിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ബോഡിക്ക് അനുസരിച്ചിട്ട് മാറും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കേസിൻ്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞത് ഹൈപ്പോ അസിഡിറ്റിയാണ്. കാരണം അവർക്ക് ഇൻഡൈജഷനാണ്. ഇൻഡൈജഷൻ കാരണമായിരുന്നു ഈ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഡയറ്റ് നിർബന്ധമാണ്. കാരണം കൂടുതൽ ഹെവി പ്രോട്ടീനൊന്നും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാൻ പറ്റില്ല. അതായത് ഈ ഇറച്ചി മീനൊക്കെ ഒഴിവാക്കേണ്ടി വരും. വെജിറ്റബിൾസ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന, ഫൈബർ നന്നായിട്ട് കൊടുക്കേണ്ടി വരും. കാരണം ഈ ഫൈബർ എന്നുള്ളത് ആക്ച്വലി നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നില്ല,
അത് ദഹിപ്പിക്കുന്നില്ല. അത് ദഹിപ്പിക്കുന്നത് ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസമാണ്. ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒരു എന്താണ് ഭക്ഷണമാണ് ആക്ച്വലി ഫൈബർ എന്നുള്ളത്. അപ്പോൾ അവരുടെ നിലനിൽപ്പാണ് ഫൈബർ ഡിപ്പെൻഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കേസുകൾ ഒന്ന് പറഞ്ഞത് എന്താണ്, ഫൈബർ നന്നായിട്ട് കൊടുക്കുക, അതേപോലെ വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക, ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക, പേരക്ക പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യുക ഭക്ഷണത്തെ നന്നായിട്ട് ഉൾപ്പെടുത്തുക, നെല്ലിക്ക ഉൾപ്പെടുത്തുക. അപ്പോൾ അങ്ങനെയുള്ള ഫൈബർ കണ്ടന്റ്, പിന്നെ പയറുവർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്ത് ചെയ്യുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത് മിതമായ അളവിൽ ഒരുപാട് കഴിക്കുകയും ചെയ്ത് ചില ആളുകൾ ഇത് നല്ലതാണല്ലോ ഡോക്ടർ പറഞ്ഞല്ലോ എന്നൊരു നാഗ് കഴിക്കും. അപ്പോൾ അപ്പോഴും എന്താണ് ഇൻഡൈജഷൻ ഉണ്ടാവില്ല. കാരണം ഈ ഇൻഡൈജഷൻ സ്റ്റാർട്ടിങ് ഹൈപ്പോ അസിഡിറ്റിയാണ്, ആസിഡ് കുറഞ്ഞ അളവിലാണ്. അപ്പോൾ കുറഞ്ഞ അളവിൽ വലിയൊരു അളവ് ഭക്ഷണം കഴിച്ച ഒരു കാര്യമില്ല, അതേ റിസൾട്ട് ഉണ്ടാവുക അത് എത്ര നല്ലത് കഴിച്ചാലും. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ എന്ത് പറയും, ഭക്ഷണത്തിൽ മിതത്വം വരുത്താൻ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ്, പേഷ്യൻറ്റിൻ്റെ അവസ്ഥക്കനുസരിച്ചിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കേസിലും നമ്മൾ എന്ത് ചെയ്യാറില്ല, ഒരേ പ്രോട്ടോക്കോളല്ല അപ്ലൈ ചെയ്യാറുള്ളത്. പേഷ്യൻറ്റിനനുസരിച്ചിട്ട് എന്താണ് അവരുടെ അവസ്ഥക്കനുസരിച്ചിട്ട് അതിനനുസരിച്ച് ചില ആളുകൾ നമ്മൾ ചിക്കൻ കഴിക്കാൻ പറയും, ചിലർ കഴിക്കേണ്ടെന്ന് തന്നെ പറയും, ചില ആളുകൾ എന്താ പറയുക ഫുള്ള് ഒഴിവാക്കാൻ തന്നെ പറയും, ചിലപ്പോൾ നമ്മൾ എന്താ പറയുക ജ്യൂസ് ഐറ്റം കൂട്ടാൻ പറയും, ചിലപ്പോൾ കുറക്കാൻ പറയും. ചില കേസുകൾ പറയുന്നത് കൂടുതലായിട്ട് ഫൈബർ എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഗ്യാസ് നന്നായിട്ട് ഫോം ചെയ്യും. സംഗതി ഫൈബർ നല്ലതാണ് ദഹനത്തിനൊക്കെ, പക്ഷെ അമിതമായിട്ട് അറ്റ് എ ടൈം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് നന്നായിട്ട് ഫോം ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫിക് ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്യും. അപ്പോൾ സാറേ നമുക്ക് കോമൺ ആയിട്ട് ഇപ്പോൾ പല ആളുകളും പറയുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും, അവരെന്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും കൂടുതലായിട്ട് വരുന്നുണ്ട്? ഇപ്പോൾ എല്ലാവരും ലൈഫ് സ്റ്റൈലിനെ മാറിയിട്ടുണ്ട്. ഒന്ന്, കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റുകൾ നമ്മൾ കൂടുതൽ എടുക്കുന്നത്, അത് വലിയൊരു പ്രശ്നമാണ്. രണ്ടാമത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈബർ കുറഞ്ഞ ഭക്ഷണങ്ങളാണ് കൂടുതലുള്ളത്. ഇപ്പോൾ നൈറ്റ് ലൈഫൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു, നൈറ്റിലുള്ള ഹെവി ഡയറ്റ് എടുക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. ഈ നൈറ്റിൽ ഹെവി ഡയറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ബോഡി കംപ്ലീറ്റ് റെസ്റ്റിലെടുക്കുന്ന സമയമാണ്, അതായത് ബോഡി കംപ്ലീറ്റ് മെക്കാനിസം ഒക്കെ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് കൂടുതൽ ലോഡ് ബോഡിക്ക് കൊടുക്കുമ്പോൾ ഇൻഡൈജഷൻ ഷുവറായിട്ടവിടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ എക്സസൈസ് ചെയ്യുകയാണ്, പകൽ നല്ല അധ്വാനിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ദഹിച്ചിട്ട് അത് പുറന്തള്ളും ചെയ്യും. അപ്പോൾ കൂടുതൽ രാത്രി ഭക്ഷണം കഴിക്കുന്നവർക്ക് ഈ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതേപോലെ തന്നെ കൂടുതൽ കാർബണേറ്റഡ് ആയിട്ടുള്ള എന്താ ഡ്രിങ്ക്സ് കുടിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഗ്യാസ് അക്യുമുലേഷൻ ബോഡിയിൽ കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട്. ബോഡിയിൽ എന്ത് ചെയ്യല്ല, നമ്മൾ ഒരു ടെൻഡൻസി ഉണ്ട്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബിരിയാണി കഴിച്ചാലും മന്തി കഴിച്ചാലും എന്ത് ചെയ്യും, എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഡ്രിങ്ക്സുകൾ കഴിക്കും. അത് കുടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു എന്ത് ചെയ്യുക, ഗ്യാസ് പോകുമ്പോൾ നല്ലൊരു കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് മിക്ക കേസുകളും ചിലപ്പോൾ എന്ത് ചെയ്യുക, ഫുള്ള് പോകില്ല, കുറച്ച് ഗ്യാസ് എന്ത് ചെയ്യുക വയറ്റിലവിടെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അത് കാരണമായിട്ട് പലപ്പോഴും പല അസ്വസ്ഥതകളുണ്ടാവും. അപ്പോൾ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഫൈബേഴ്സ് ആവശ്യത്തിനനുസരിച്ചുള്ളത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അത്യാവശ്യം എന്ത് ചെയ്യണം, അധ്വാനിക്കണം. പകലിൽ സിറ്റിംഗ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലും വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ എൻഗേജ് ആവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഗട്ട് ഹെൽത്ത് ഒന്നുകൂടെ പ്രൊമോട്ട് ആവാനും ഗട്ട് മൂവ്മെൻറ്റ് ഉണ്ട്, പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഒന്നുകൂടെ എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ആക്കാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ വെള്ളം കൂടി വലിയൊരു ഫാക്ടറാണ് ഈ കേസത്തിൽ. പല ആളുകളെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം തീരെ കുടിക്കില്ല എന്നുള്ളതാണ്. അവർ നമ്മൾ എടുത്തു വരുന്ന കേസുകളിൽ പറയും, ഡോക്ടറെ ഞങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ തിരിച്ച് ചോദിക്കുക, ഇന്ന് എത്ര ഗ്ലാസ് കുടിച്ചാൽ ഇന്നലെ എത്ര ഗ്ലാസ് കുടിക്കുമ്പോൾ ചിലപ്പോൾ 4 ഗ്ലാസ് 5 ഗ്ലാസ് കണക്കുണ്ടാവുള്ളൂ. അപ്പോൾ ആക്ച്വലി ഒരു അഡൽട്ട് ഹ്യൂമൺ കുടിക്കേണ്ടത് ഒരു ആവറേജ് 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കണം. അപ്പോൾ ആ വെള്ളം കുടിയിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യും, മലം ഉറച്ചു പോകും. കാരണം നമുക്കറിയാം ഇതൊരു കുടൽ എന്നൊരു കുഴൽ പോലെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു മലം പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് വേണം. സിമ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കാൻ ലാംഗ്വേജ് പറയാം കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു സ്മൂത്ത്നെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളം ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഡ്രൈനെസ് നന്നായിട്ട് വരും, നന്നായിട്ട് വയറ് ഉറച്ചു പോകും, ശോധന ശരിക്കും കിട്ടുകയില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം, വെള്ളം കൂടിയും നമ്മൾ കാര്യത്തിൽ നിർബന്ധം നോക്കാം. അപ്പോൾ ഓവറോൾ നമ്മുടെ ഹെൽത്ത് കംപ്ലീറ്റ് നോക്കണം. പിന്നെ അതേപോലെ തന്നെ സ്ട്രെസ്സ് വളരെ ഫാക്ടറാണ്. സ്ട്രെസ്സ് കൂടി കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഗട്ട് ഹെൽത്തിന് ഇമ്പയർമെൻറ്റ് ഉണ്ടാകും. ഈ പറഞ്ഞതുപോലെയുള്ള കോൺസ്റ്റിപ്പേഷനോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റു പല ഇഷ്യൂസുകളും അതുമൂലം ഉണ്ടാകും. അപ്പോൾ നമ്മളിതൊരു എന്താ പറയുക, ശോധനം കുറവുണ്ട് എന്ന് മാത്രം പറഞ്ഞ് മാറ്റി വെക്കരുത്. ഇതിനോട് ഒരുപാട് റീസൺ കൊണ്ട് ഇത് ഉണ്ടാവുകയും ചെയ്യും, ഇത് കാരണമായി പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു ഫാക്ടറാണ്, ഇതൊരു കാരണമാവും മാറും. അപ്പോൾ ആ കാരണത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഉന്മൂലനം ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആളുകൾ ഫേസ് നമുക്ക് കണ്ടാൽ മനസ്സിലാകും, നല്ല ഡാർക്ക് ആയിട്ടുണ്ടാവും, കൂടുതൽ വെയിലത്തൊന്നും പോകുന്നുണ്ടാവില്ല, എക്സ്പോഷറൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ എങ്കിൽ പോലും ചില ഫേസ് ഒരു ഷെയ്ഡ് പോലൊക്കെ പല ആളുകൾക്ക് ഉണ്ടാവും. അത് പലപ്പോഴും അവർ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് നന്നായിരിക്കും, എസ്പെഷ്യലി ശോധന പ്രോപ്പർ ആയിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ശോധന ശരിയായ രീതിയിൽ പോയി നല്ല വെള്ളം കുടിച്ചാൽ അത് ഗ്രാജുവലും എല്ലാം ഓക്കെ ആയിട്ട് പലപ്പോഴും വരാറുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് പല ആളുകൾക്കുള്ളതാണ്. അപ്പോൾ അതിന് റീസൺ എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ 100% നമുക്ക് ആളുകൾ
എന്തായാലും നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്, അത് പല രൂപത്തിലും വരും എന്നുള്ളത് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക, എന്നിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. ഏതെങ്കിലും മരുന്നുകൾ വാങ്ങി കഴിക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂട്ടാനുള്ള സാധ്യത ഉള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ ഡോക്ടറുടെ സിറാജ് ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ കൺസൾട്ടേഷൻ എടുക്കാൻ പറ്റും. അത് ഡിപ്പെൻഡ്സ് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരെ. ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും നല്ല തിരക്കുള്ള സമയങ്ങളാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടാണ് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് മാത്രം വരിക എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളുകൾക്ക്, ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ആളാണെങ്കിൽ ആ ഗ്യാസ് ഒന്ന് റിലീഫ് ചെയ്യണം. നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ രാത്രികളിലൊക്കെ ആണെങ്കിലും. പെട്ടെന്ന് ഒരു മരുന്നൊന്നും കഴിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിലൊക്കെ നമുക്ക് വീട്ടിൽ നമ്മൾ അടുക്കളയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് മെഡിസിൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അതിന് നമുക്ക് എന്താണ് നമ്മൾ ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ചെയ്യാൻ പറ്റുക? ഈ ഗ്യാസ് എന്നുള്ള ടേം തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംഗതിയാണ്. അതെന്താ വെച്ചാൽ 2 തരത്തിലുണ്ടാകും. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഹൈപ്പർ അസിഡിറ്റി കണ്ടീഷൻ ഉണ്ടാവും, ഹൈപ്പോ അസിഡിറ്റി കണ്ടീഷൻ ഉണ്ടാവും. ഇപ്പോൾ ചില ആളുകൾക്ക് ഈ നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, വെളുത്തുള്ളി ചതച്ചരച്ച് കഴിച്ചാൽ അല്ലെങ്കിൽ ചുട്ട് കഴിച്ചാൽ ഗ്യാസിന് നല്ലതാണ്. ഇപ്പോൾ ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അസിഡിറ്റി നെഞ്ചരിച്ചിൽ നന്നായിട്ട് കൂടും, അവർക്കത് കഴിക്കാൻ പറ്റൂല. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് എന്താ സംഗതി മനസ്സിലാക്കണം. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ആ പേഷ്യൻറ്റിൻ്റെ കേസ് പറഞ്ഞപ്പോൾ അത് ഹൈപ്പോ അസിഡിറ്റി ആണ് ടേം എടുത്ത് പറയാൻ കാരണം റീസൺ അതാണ്. കാരണം ഇത് നമ്മളൊരു വയറ് ഗ്യാസ് എന്നുള്ളൊരു ടേമിൽ മാത്രം ഒതുക്കുന്ന സംഗതിയല്ല. അപ്പോൾ ഹൈപ്പർ അസിഡിറ്റി ആണോ ഹൈപ്പോ അസിഡിറ്റി ആണോ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഹൈപ്പോ അസിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ ഗ്യാസ് വരുമ്പോൾ ഒരു കനം ഉണ്ടായിരിക്കും, വിശപ്പ് ഉണ്ടാവില്ല, ദഹനക്കേട് നന്നായിട്ടുണ്ടായിരിക്കും, ശോധന ചിലപ്പോൾ നന്നായിട്ട് തീരെ കിട്ടിയില്ല, പിന്നെ ഒരു എന്താ പറയുക ഒരു ബ്ലോട്ടിങ് പോലെയൊക്കെ ഇങ്ങനെ ഉരുണ്ട് കയറുന്ന പോലെയൊക്കെ പലപ്പോഴും ഫീൽ ചെയ്യും. അത് ഒരു എന്താ പറയുക പറഞ്ഞ പോലെ ഹൈപ്പോ അസിഡിറ്റിൻ്റെ അടയാളങ്ങളാണ്. അങ്ങനെയുള്ളവർക്ക് പറഞ്ഞ പോലെ വെളുത്തുള്ളി, അതുപോലെ ചുക്കിൻ്റെ വെള്ളം കുടിക്കുക, അതുപോലെ ഈ പറഞ്ഞതുപോലെ ചെറുനാരങ്ങയുടെ വെള്ളം കുടിക്കാനൊക്കെ നല്ലതാണ്. ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കണത് നല്ലതാണ്. പിന്നെ ഇഞ്ചിയുടെ നീരും ചെറുനാരങ്ങ ചേർത്ത് കഴിക്കണമൊക്കെ നല്ലതാണ്. പിന്നെ അത്യാവശ്യം എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ എന്തോ ഹൈപ്പോ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്യാസ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഹെവി ഫുഡ് കഴിച്ച് എന്തോ ഭയങ്കര പ്രശ്നം ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ് പോയിട്ട് എന്ത് ചെയ്യുക, നല്ലൊരു മസാല ടീ കുടിച്ചാൽ മതി. അത് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ മസാല ടീയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആസിഡ് സെക്രീഷൻ കൂട്ടുന്നതിന് വേണ്ടി അത് ട്രിഗറിങ് നന്നായിട്ടുണ്ടാകും. അപ്പോൾ ദഹന രസങ്ങൾ അത് കൂട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ദഹനം പ്രോപ്പറായിട്ട് വരുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം നിൽക്കും. അതേസമയം ചില ആളുകൾ ഹൈപ്പർ അസിഡിറ്റി കണ്ടീഷൻ ഉണ്ടായിരിക്കും. അവരെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അസിഡിറ്റി കാരണമായിട്ട് ഭയങ്കര എരിച്ചിലും പുകച്ചിലുണ്ടാവും. ഗ്യാസ് ഉണ്ടായിരിക്കും, അതിൻ്റെ പുക ഭയങ്കര എരിച്ചിലും പുകച്ചിലും, ഈ പറഞ്ഞതുപോലെ പുളിയുള്ളതൊന്നും വല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഭക്ഷണം തന്നെ കൺട്രോൾ ചെയ്യണം. ഹൈപ്പർ കൂടുതൽ കരിച്ചതും പൊരിച്ചതും അങ്ങനത്തെ സംഗതികൾ ഒഴിവാക്കണം. പിന്നെ സമയത്തിന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ടെൻഷന് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം എന്നുള്ളതാണ്. പിന്നെ അവർക്ക് ലെമൺ ടീ ഭയങ്കര റിലീഫായിട്ട് പലപ്പോഴും നമ്മൾ കിട്ടിയ റിസൾട്ടാണ്. പിന്നെ അതുപോലെ നമ്മുടെ കൊറിയാണ്ടർ ഉണ്ടല്ലോ, അത് മല്ലി വെള്ളം എന്ത് ചെയ്യുക, മല്ലി തിളപ്പിച്ചിട്ട് ആ വെള്ളം എന്ത് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് കുടിച്ചാൽ ഈ പറഞ്ഞ പോലെ അമിതമായിട്ടുള്ള അസിഡിറ്റി കുറക്കും. അതിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതുപോലെ ഇരട്ടി മധുരം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഹൈപ്പർ അസിഡിറ്റി കേസിൽ. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും, ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണണം. അപ്പോൾ എങ്കിൽ മാത്രം അതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഗ്യാസ്ട്രിക്കിന്റെ ഇഷ്യൂസിന്റെ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു മലബന്ധമാണ് ബുദ്ധിമുട്ടതെങ്കിൽ അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? മലബന്ധം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം, വെള്ളം നന്നായിട്ട് കുടിക്കണം. പിന്നെ നല്ല കായികാധ്വാനം നല്ലോണം വേണം. നമ്മളൊരു റെസ്റ്റ് ലൈഫാണ് അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എന്തെങ്കിലും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക, വെള്ളം നല്ലോണം കഴിക്കുക, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ എന്ത് ചെയ്യണം ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ അമിതമായിട്ട് അറ്റേ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ നമ്മൾ ഫിഗ് ഉണ്ടല്ലോ, നമ്മൾ അത്തിപ്പഴം എന്ത് ചെയ്യുക, ഒരു 3-5 എന്ത് ചെയ്യുക കഴുകിയിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെറും വയറ്റിൽ ആ അത്തിപ്പഴം നല്ല ചവച്ചരച്ച് കഴിക്കുക, ആ വെള്ളം കുടിക്കുക. അതൊരു ശീലമാക്കണം. പെട്ടെന്നൊരു ദിവസം ചെയ്തുകൊണ്ട് പെട്ടെന്ന് റിസൾട്ടുകളില്ല, ഗ്രാജുവലി എന്ത് ചെയ്യും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ നമ്മളെ കുരു ഇല്ലാത്ത മുന്തിരി ഉണ്ടല്ലോ, ഉണക്കമുന്തിരി, ആ ഉണക്കമുന്തിരി ഒരു 10-15 എന്ത് ചെയ്യുക കഴുകിയിട്ട് ഇതേപോലെ രാത്രി വെള്ളത്തിലിട്ടുക, വെറും വയറ്റിൽ കഴിക്കുക. അതൊരു ശീലമാക്കിയാൽ മതി. എന്നാൽ തന്നെ എന്ത് ചെയ്യും ഈ കഫ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, മലബന്ധം പ്രയാസങ്ങളൊക്കെ എന്ത് ചെയ്യും അതൊക്കെ റിലീഫായി കിട്ടുന്ന. കൂടെ നല്ല വെള്ളം കുടിക്കാനും കൂടെ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എപ്പോഴും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റിൽ പോകാനും വേണ്ടി
വേണ്ടിയിട്ട് ഒരു ടൈമിംഗ് എപ്പോഴും കാണണം നല്ലതാണ്. നമ്മൾ ചില ആളുകളുണ്ടായാലും രാവിലെ എപ്പോഴും ഒരു സ്പെസിഫിക് ടൈം അതിന് കണ്ടുവെക്കും. അപ്പോൾ അതൊരു ശീലമായി കഴിഞ്ഞാൽ ബ്ലോക്കില്ലാണ്ട് പോകാൻ നമ്മളെ സഹായിക്കും. പിന്നെ അതുപോലെ രാവിലെ എണീറ്റ പാടത്തന്നെ എന്ത് ചെയ്യുക, ചെറിയ ചൂടുള്ള എന്തെങ്കിലും വെള്ളം കുടിക്കുന്നത് ഈ പറഞ്ഞതുപോലെ പെരിസ്റ്റാറ്റിക് മൂവ്മെൻറ്റ് നന്നായി കുടലിൻ്റെ മൂവ്മെൻറ്റ് കൂട്ടും. അപ്പോൾ അതുകൊണ്ട് ശ്വാസനം എന്ത് ചെയ്യും, നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടോയ്ലറ്റ് ഇരിക്കുന്നത് ഇന്ത്യൻ ടോയ്ലറ്റ് ആകാൻ ശ്രദ്ധിക്കണം. ഇന്ത്യൻ ടോയ്ലറ്റ് ഇരിക്കുന്ന സമയത്താണ് എന്ത് ശരിയായ രീതിയിൽ അവിടെ ഓപ്പൺ ആവുകയുള്ളൂ, നല്ല രീതിയിൽ പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ശരിയായ രീതിയിൽ പോകില്ല. ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരിക്കും, പൈൽസ്, ഫിഷർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ അത് റീസൺ ആയിട്ട് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അതെ, അതിൽ നമുക്ക് ഇപ്പം ദീർഘകാലമായിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ചില ആളുകൾക്കുണ്ട്, നമ്മൾ ഒരു യാത്രകളൊക്കെ കഴിഞ്ഞ് വരുന്നത്, ഒരു യാത്ര ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ചില പ്രത്യേക ഭക്ഷണങ്ങൾ പെട്ടെന്നുണ്ടാവുന്ന ഒരു വൈറസ് സ്തംഭനമൊക്കെ ഉണ്ടാവും. അത് 1-2 ദിവസങ്ങളായിട്ട് അത് സ്ഥിരമായിട്ടുള്ള ആളല്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ആ വയറൊക്കെ ഒന്ന് റിലീഫ് ചെയ്യാൻ അതിനെന്താ ചെയ്യുക? അതിലൊരു വിഷയത്തിലൊന്നുണ്ട്. അതായത് നമ്മൾ ചിലപ്പോൾ യാത്ര കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോവാണ്, അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെ എന്തോ ഒരു ആവശ്യത്തിന് പോകുന്ന സമയത്ത് ചിലപ്പോൾ 2-3 ദിവസം ഒരാഴ്ചയൊക്കെ ഉണ്ടാവും. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ടോയ്ലറ്റിൽ പോകുകയില്ല, ആൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ആ പോയി യാത്രയൊക്കെ ചെയ്ത് നമ്മുടെ ഒരു വീട്ടിലേക്ക് എത്തുന്ന സമയത്തോടു കൂടി ടോയ്ലറ്റ് പോകാറുണ്ട്. അതൊരു ആക്ച്വലി ഒരു എന്താ പറയുക മൈൻഡ് റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു സംഗതിയാണത്. അത് മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, ആ വിഷയങ്ങളൊക്കെ അത് ഓക്കെ ആയിട്ട് പോകാം. പിന്നെ അക്യൂട്ടായിട്ട് ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു അസുഖം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളത്. എന്തുകൊണ്ട് എനിക്ക് കോൺസ്റ്റിപ്പേഷൻ വന്ന് നോക്കണം. അപ്പോൾ ചിലപ്പോൾ തലേ ദിവസം എന്തെങ്കിലും കൂടുതൽ അമിതമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ വേവിക്കാത്ത ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ അന്നും അധ്വാനിക്കുന്ന ആളായിരിക്കും, ചിലപ്പോൾ 1-2 ദിവസമായിട്ട് അധ്വാനം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇൻഡൈജഷൻ അല്ലെങ്കിൽ മലബന്ധം ഉണ്ടായിരിക്കും. അപ്പോൾ ആരും മനസ്സിലായി. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് പെട്ടെന്ന് നമ്മളെ വയറൊന്ന് ക്ലീൻ ചെയ്യാം എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും? അതിന് സ്പെസിഫിക് ആയിട്ട് നമുക്കിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. മെഡിസിൻ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ പോലെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ നമ്മൾ എന്താണ് അവസ്ഥ, പേഷ്യൻറ്റിന് എന്താണെന്ന് ഒരു റീസൺ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു ഫാക്റ്റ് ഉണ്ടാവും അതിൻ്റെ ബാക്കിൽ. ആ റീസൺ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, അതില്ലാണ്ട് പിന്നെ ശ്വാസന കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവില്ല. അപ്പോൾ പൊതുവേ നമ്മൾ എടുക്കുന്ന സൊനാമക്കി പോലെയുള്ള പല മെഡിസിൻസുകളൊക്കെ ഉണ്ട്, പബ്ലിക്കിൽ അവൈലബിൾ ആണ്. പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ ചില ആൾക്ക് എന്ത് ചെയ്യണം, അതിന് വേണ്ടി വരും. ഇതുണ്ടെങ്കിലേ ഇനി ശ്വാസന കിട്ടുള്ളൂ എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവും. എസ്പെഷ്യലി ഒരു 40 വയസ്സ് മുകളിലുള്ള മിക്ക ആളുകളും ഇത് കണ്ടിന്യൂ ആയിട്ട് എടുക്കുന്ന ആളുകൾ, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ. അപ്പോൾ അത് സെൽഫായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. എന്താണോ റീസൺ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ് ചെയ്യുക. അത് വരാനുള്ള റീസൺ എന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക. എന്തെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, ഭക്ഷണത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, കൂടുതലായിട്ട് എന്തോ കഴിച്ചു പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ എന്തെങ്കിലും വെള്ളം കൂടി കുറവാണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോർമലാക്കി വരുമ്പോൾ തന്നെ അത് അങ്ങനത്തെ കേസുകൾ റിലീഫ് ആവുന്നുള്ളൂ. എന്തെങ്കിലും ഡിസീസ് കേസാണെങ്കിൽ നിർബന്ധമായിട്ടും എന്താണോ കണ്ടീഷൻ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഡ്രഗ് എടുക്കുന്നത് നല്ലത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ, അതായത് ഗ്യാസ്, നെഞ്ചരിച്ചില്, ഈ പൊളിച്ചില് കെട്ടല്, ഓക്കാനം, അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ, പിന്നെ നമ്മൾ പൈൽസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ നടത്തിയിട്ടുള്ളത്. അതായത് സാറ ക്ലിനിക്കിൽ വന്ന ഒരുപാട് പേഷ്യൻസിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളിപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതിന് ഒരു പരിപൂർണമായ ഒരു എന്താ പറയുക, ഒരു മാറ്റം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ സിറാജ് ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ബുദ്ധിമുട്ട് നോക്കി അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എടുത്താൽ നിങ്ങൾക്ക് ഈ പ്രശ്നം പിന്നെ ജീവിതത്തിൽ പിന്നെ റിപ്പീറ്റ് ആയിട്ട് വരാത്ത രൂപത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായി മാറ്റാൻ പറ്റും. ഇപ്പോൾ 2 വർഷമായിട്ട് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്നുകൂടെ കണ്ടുവരും. കാരണം അവർക്കുണ്ടായ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതും അവർക്ക് എത്രത്തോളം അത് മാറി എന്നുള്ളതിൻ്റെയും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് ആണ് ചെയ്തിട്ടുള്ളത് അവർ ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. പ്രശ്നങ്ങളൊക്കെ ഏകദേശം നോർമലായിട്ടൊന്ന് വയറ്റത് പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, നോർമലായിട്ട് തന്നെ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ അത് പിന്നെ ഏകദേശം എത്ര ആയിട്ടുണ്ടായിരുന്നു തുടങ്ങിയ സമയത്ത്? 2 വർഷമൊക്കെ ആയിരുന്നു. അതിന് കൊളോണോസ്കോപ്പി എടുത്തിട്ടുണ്ട് മൗലാനിന്ന്. അവര് കുറച്ചൊക്കെ മരുന്ന് അന്നാ കുറച്ചൊക്കെ ഒരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആസിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ 2 തരം നോക്കണം.
ചില ആൾ കൂടുതൽ കൊളോണോസ്കോപ്പിയിൽ പേടിക്കേണ്ട ഒരു അസുഖങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഒരു കൊളോണോസ്കോപ്പി എടുത്തപ്പോ ഞങ്ങൾക്ക് വേറെ പേടിയൊക്കെ വന്നു മനസ്സിലായി. പക്ഷെ ഇത് മാറുന്നില്ല. ആ മാറുന്നില്ല. അത് ഇത് നമ്മൾ പറഞ്ഞ മാതിരി ഹൈപ്പർ അസിഡിറ്റി ഉണ്ട്, ഹൈപ്പോ അസിഡിറ്റി ഉണ്ട്. അപ്പൊ അത് ഏതാണ് തരംതിരിക്കണം. നമ്മള് പല ആളുകളും അസിഡിറ്റി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഷോപ്പിൽ പോകും, ആസിഡുള്ള ഗുളിക ഇപ്പൊ വരാൻ കാരണം ഡോക്ടറെ കണ്ടിട്ടാ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഡോക്ടറുണ്ട്, സിറാജ് എന്ന ഡോക്ടറുണ്ട്, അവരെടുത്ത് നമുക്കൊന്ന് പോവുക. അതൊരു ക്ലിയർ ആയില്ല. അത് ഇപ്പൊ വേറെ നല്ല വെള്ളം കുടിക്കണം, നല്ല വെള്ളം കുടിക്കുക, ഭക്ഷണം ഈ പറഞ്ഞതുപോലെ തന്നെ കഴിച്ചാൽ മതി. അത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ചെറിയ റെസ്ട്രിക്ഷൻ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുള്ളത്. പിന്നെ ഇനി എന്ത് ചെയ്യുക, അത്യാവശ്യം കഴിക്കണം. ഈ ഒരു സമയം അതിനോടുള്ളതാണ്. നല്ല ഫുഡും കൂടെ കഴിക്കുക, ഒരുപാട് കഴിക്കുക എന്നുള്ളതല്ല, തിന്നുന്നത് എപ്പോഴും ക്വാളിറ്റി ഉള്ള സാധനം കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് വേണ്ട ഫൈബർ, വൈറ്റമിൻ, മിനറൽസ്, കാൽസ്യം, ഫോസ്ഫറസ്, പ്രത്യേകിച്ച് മെൻസസ് നിന്ന ഒരു ടൈം. അപ്പൊ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്ത്രീകളും ബോഡിയിലെ ഹോർമോൺ വ്യതിയാനം നന്നായിട്ടുണ്ടാവും. അപ്പൊ ശരീരത്തിന് വേണ്ട സാധനങ്ങളൊക്കെ പറയും. ഷുഗർ ഉണ്ടാകൊണ്ടത് പഴവർഗ്ഗങ്ങൾ ഓട്ടോമാറ്റിക് കുറയ്ക്കണം എന്നാ പറയുന്നത്. അല്ല, പഴവർഗ്ഗങ്ങൾ പിന്നെ ആപ്പിള്, ഗ്രീൻ ആപ്പിൾ ഒന്നും വലിയ കുഴപ്പമില്ല. നല്ലതാണ്, ദഹനത്തിനും അതൊക്കെ നല്ലതാണ്. കൂടുതൽ മധുരമുള്ളത് കഴിക്കാനാണ്. നല്ലതും വേണം, നല്ലതും മിതമായ രീതിയിൽ കഴിച്ചാൽ മതി. വെള്ളം നല്ല എന്തായാലും നന്നായിട്ട് കുടിക്കുകയും ചെയ്യാം. ഇനി അത് ഉണ്ടാവുന്നില്ല, അത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ എന്ത് ചെയ്യും, പിന്നെ മെഡിസിൻ അത് നമുക്ക് പിന്നീട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് സിറാജ് ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അപ്പം ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.